you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. എന്താ അങ്കിൾ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഓഫ് കോഴ്സ്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇവിടെ ഇതൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യാനും ചെക്കിങ്ങിനൊക്കെ ആയിട്ട് ഒരു അഡ്വക്കേറ്റ് വരുമെന്ന്. അതിതാണ് മിസ്റ്റർ ഇമാനുവൽ തോമസ്. അപ്പോൾ ഇമാനുവൽ തോമസ് സാർ, ഇത് മിസ്റ്റർ സ്റ്റീഫൻ തൈപ്പറമ്പിൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്, പീറ്റർ ജോൺ. ഇതാണ് അവരുടെ ബാക്കി മക്കൾ. നിങ്ങൾ എന്നെ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടി എളുപ്പം. സോറി, അതാണ് പുതിയ ഹസ്ബൻഡ് ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുതിയ അവകാശി കാശിനാഥ് വർമ്മ. ആൻഡ് കാശിനാഥിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാശിനാഥിൻ്റെ ഫ്രണ്ടാണ് അഭിജിത്ത്. ഐ സി. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മക്കൾക്ക് കാശിനാഥിനെക്കാളും എത്രയൊക്കെ സീനിയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ കാശിനാഥിനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് കാശിനാഥാണല്ലോ ഇവിടെ എല്ലാവരെക്കാളും നോക്കുമ്പോൾ പൊസിഷനിൽ കുറച്ച് വലുതായിട്ട് നിൽക്കുന്നത്. അതായത് ഇഷ സ്റ്റീഫൻ തൈപ്പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പുതിയ ഭർത്താവ്. സോ ഞാൻ ഫോർമലി കാശിനാഥിനോട് ഞാൻ ആദ്യം പരിചയപ്പെടാം. ഹലോ മിസ്റ്റർ കാശിനാഥ്, ഐ ആം ഇമാനുവൽ തോമസ്, അഡ്വക്കേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങളിവിടെ ചെക്കിങ്ങിന് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് സ്റ്റീഫൻ തൈപ്പറമ്പിൽ തന്നേക്കുന്ന അപ്പീൽ പ്രകാരം നിങ്ങൾ ഫേക്ക് മാരേജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. സോ ഇഷ തൈപ്പറമ്പിൽ ഇവിടെ ഇല്ലാന്ന് ഞാൻ അറിഞ്ഞു. ഫൈൻ. എന്തുകൊണ്ടാണ് കാശിനാഥ് ഇഷയുടെ കൂടെ പോവാത്തത്? ഞാൻ പോവാത്ത അത്ര വലിയ കാര്യമൊന്നുമല്ല സാർ. ഞാൻ അറിയാലോ, മാരേജ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ എനിക്കിവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട്, പിന്നെ പോരാണ്ട് ഇത് പെട്ടെന്ന് വന്ന ഒരു ഇതായതുകൊണ്ട് ഇഷ പറഞ്ഞു ഇഷ എന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം, കാശി ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൊന്നും ചാടിക്കയറി വരണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. ഞാനും വിചാരിച്ചു ഓക്കെ ശരി എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഫോർമലിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. സോ കുറച്ച് ദിവസം ഇവിടെ നിന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇഷ വന്നതിന് ശേഷം അങ്ങനെയുള്ള മീറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഇടപെടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പോകാത്തത്. അല്ലാണ്ട് പേഴ്സണലി വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാരേജ് അറേഞ്ച് ചെയ്തു. സോ പെട്ടെന്ന് നടന്നതായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. സോ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. അതാ പോകാൻ. Okay, fine. I can understand your situation because you are too young. അല്ല, മക്കള് എന്ന് പറയുമ്പോൾ ഈ 3 പേരേ ഉള്ളൂ. അല്ല, ഐ തിങ്ക് അവരുടെ സ്റ്റീഫന്റെ ഫസ്റ്റ് വൈഫിന്റെ മക്കളും ഇവരുടെ കൂടെ അല്ലേ? അത് ആരൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് കേച്ച് ചെയ്യായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇമാനുവൽ, അതിനൊന്നും ടെൻഷൻ വേണ്ട. ഇതിനൊരു ഇത് വേണ്ട. അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ലെവിനെ പോയി ലൂക്കേനെയും ലൂയിസിനെയും പോയി വിളിച്ചിട്ട് വാ, അവരോട് വരട്ടെ. ദേ ആർ ട്വിൻസ് റൈറ്റ്? രണ്ടുപേരും ട്വിൻസ് ആണല്ലേ? അതെ, അവര് ട്വിൻസ് ആണ്. ഒരാള് ഇവിടുത്തെ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്, മറ്റേ ആള് കാശിന്റെ ഫ്രണ്ടാണ്. സോ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഫ്രണ്ടാണ് അഭിജിത്ത്, മറ്റേ ആൾ അഭിറാം. സോ കാശിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ് അഭിജിത്ത് ഉള്ളത്. പിന്നെ മറ്റേത് ഹോം ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. റൈറ്റ്. അല്ല, ലിയോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ബിസിനസ് തന്നെയാണ്, ഫാമിലി ബിസിനസ് ഒക്കെ ഇങ്ങനെ നോക്കി പോകുന്നു. ഗുഡ്. ലെവിൻ എന്ത് ചെയ്യുന്നു? അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. വന്നല്ലോ ലൂക്ക. ഇതാണ് ലൂക്ക, ഇത് ലൂയിസ്. ലൂക്ക, ഐ നോ, എനിക്കറിയാം. തൈപ്പറമ്പ് വീട്ടിലെ സിംഹക്കുട്ടി കേട്ടിട്ടുണ്ട് ഒരുപാട്. ലൂയിസിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. അല്ല, രണ്ടുപേരും ഞാൻ വന്നത് അറിഞ്ഞില്ലേ, അതാ മനഃപൂർവ്വം ഇറങ്ങി വരാത്തതാണോ? നോവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് വരാത്തൊന്നുമല്ല. മേളില് ചെറിയൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ താഴെ നിന്ന് നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പൊ ലെവിൻ വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. ആൻഡ്
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ ആണ്, ഇതുവരെ എല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആണ്. എന്നാലും എന്റെ ജോലി ചെക്കിങ്ങും വെരിഫിക്കേഷനൊക്കെ ആയതുകൊണ്ട്, വെരിഫിക്കേഷൻ അല്ല ഈ ചെക്കിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. ബിക്കോസ് ഇവിടെ ഐ തിങ്ക് മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം ഓൾമോസ്റ്റ് 2 days അടുപ്പിച്ചായി. ബട്ട് നിങ്ങളുടെ ഇടയിലെന്തോ മക്കൾക്കാണ് ഇപ്പോഴും ഇവിടെ സീനിയോറിറ്റി കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അങ്ങനെ? അല്ല, സാധാരണ ഇപ്പൊ ഒരു സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് വന്നെങ്കിൽ പോലും ഫാദറിനായിരിക്കുമല്ലോ ഫുൾ പവർ. അപ്പോ ഇഷ മാമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നോ സാറിനങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പെർഫെക്റ്റ് ഫാദർ ആൻഡ് സൺസ് റിലേഷൻഷിപ്പ് തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ അവരെക്കാളും യങ്ങായതുകൊണ്ട് സോ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമുണ്ടല്ലോ. ബട്ട് ഐ തിങ്ക് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഡാഡി പറഞ്ഞത് കറക്റ്റാ. ഓഫ് കോഴ്സ് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുമോ? ബിക്കോസ് ഡാഡി ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നത്. സോ ഞങ്ങളെല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കോ? പപ്പ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നത്. സോ വി ആർ അഡ്ജസ്റ്റിംഗ് ഫോർ ഹി. എടാ, അവരുടെ ഡാഡി എന്നുള്ള വിളിയിൽ എന്തോ ഒരു പന്തികേടില്ലേ? ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ വലിയ ഇത് കാണിക്കണ്ട. കാണിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും നമുക്ക് എന്തൊക്കെയോ മനസ്സിലായി. മിണ്ടാതെ നിൽക്കാം. ഇമാനുവൽ സാർ, ഐ മീൻ ഡാഡ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. സോ ഞങ്ങളൊന്ന് ഇങ്ങനെ വിളിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെതായ ചില മിസ്റ്റേക്കുകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കാണും. അത് വെച്ചിട്ട് സാറ് സംശയിക്കാൻ നിൽക്കണ്ട. കാരണം ഈ മാരേജ് ഒരു ഫേക്ക് ആയിരുന്നില്ല, ഇറ്റ്സ് റിയൽ. സോ അതിൻ്റെ പേരിൽ ഇനി ഞങ്ങൾ പപ്പാന്ന് വിളിച്ചില്ല ഡാഡിന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിന് സംശയിക്കാൻ നിൽക്കണ്ട. ആൻഡ് അല്ല, അഗസ്റ്റിരിച്ചായ ഞങ്ങളെ റൂം കാണിച്ചു കൊടുക്കല്ലേ സാറിനുള്ള? അയ്യോ എൻ്റെ പൊന്നിലിയോ, സംശയിക്കില്ലേ എന്ന് മാത്രം പറയരുത്. അതാണല്ലോ എൻ്റെ ഡ്യൂട്ടി. അതെനിക്ക് ചെയ്തല്ലേ പറ്റൂ. സോ എനിക്ക് സംശയം തോന്നി ഞാനത് ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കും നിങ്ങളോട്. അല്ലാണ്ട് ഈ മനസ്സിലൊന്നും വെച്ചിട്ട് പിറകെ നടന്ന് കണ്ടുപിടിക്കുക CID പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങ് ക്ലിയർ ചെയ്യാമല്ലോ. പിന്നെ എൻ്റെ മുമ്പിൽ പപ്പാന്ന് ഡാഡിന്ന് വിളിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യണം നിങ്ങൾ അപ്പനും മക്കളും തന്നെയാണെന്ന്. അല്ലാതെ വെറും ഒരു ഇമോഷണൽ ഡ്രാമാസ്റ്റിക് ലൈഫോ അല്ലെങ്കിൽ ഒരു ഡ്രാമാസ്റ്റിക് പ്ലേയോ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പോ ലിയോ പറഞ്ഞതുപോലെ വെച്ച് നോക്കുവാണെങ്കിൽ ഫ്രാൻസിസ് അല്ലേ പേര്? ഫ്രാൻസിസ്, എൻ്റെ റൂമിൽ കാണിച്ചു തരുവാണെങ്കിൽ ഞാനൊന്ന് ഫ്രഷ് ആയേനെ. ഓഫ് കോഴ്സ് സാർ, വരൂ സാർ. എന്നാൽ ഞാൻ റൂം കാണിച്ചു കൊടുത്തിട്ട് വരാം. വരൂ. അഗസ്റ്റിനങ്ങളെ, അപ്പം ഇനി ഇവിടെ വേറെ ഒന്നും സംസാരിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളും പോവാം. ഓക്കെ, വാ പോവാം. ലൂക്ക നിക്കടാ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ അച്ഛനോട് സംസാരിക്കണ്ടേ? ഐ മീൻ നമ്മുടെ ഡാഡ്, പപ്പയോട് സംസാരിക്കണ്ടേ? പപ്പ അപ്പോ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. പപ്പ എന്നേ ഇനി ഞങ്ങൾ വിളിക്കത്തുള്ളൂ. അപ്പോ അഗസ്റ്റ് ഞങ്ങള് മമ്മയെ വിളിച്ച് പറയുമല്ലോ അല്ലേ? അഗസ്റ്റിൻ ഞങ്ങൾ എന്തിനാടാ ചക്കരയെ വിളിക്കുന്നേ? പപ്പയുടെ മോൻ്റെ കാര്യം മമ്മയോട് പപ്പ വിളിച്ച് പറയാന്നേ. മോനിപ്പോൾ സമാധാനം അടിച്ചേല് കേട്ടാ, വിളിച്ച് പറഞ്ഞോളാം. സന്തോഷാവട്ടെ മമ്മയ്ക്ക്. ആർക്ക് വേണോ ആരോട് വേണോ എന്ത് വേണോ വിളിച്ചു പറയാം. അതിനൊന്നും അഗസ്റ്റിനെ എതിർക്കത്തില്ല. പക്ഷെ അയാളുടെ മുമ്പ് വെച്ചൊരു ഇഷ്യൂ ഉണ്ടായി, അത് ഇഷ അറിഞ്ഞ് ഇഷയ്ക്ക് മനസ്സ് വേദനിക്കാനായിട്ടൊരു ഇട വന്ന ഞാൻ ആരാന്നൊന്നും നോക്കത്തില്ല. ഇത് അഗസ്റ്റിനെ പറയുന്നത്, ഓർത്തു വെച്ചോ. അങ്കിള് പേടിക്കണ്ട, ഞങ്ങളായിട്ടൊരു ഇഷ്യൂ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. അമ്മയ്ക്ക് ഞങ്ങളായിട്ട് വിഷമം വരുന്ന ഒരു കാര്യം ഇവിടെ നടക്കാനും പോകുന്നില്ല. സോ അങ്കിൾ അതോർത്ത് പേടിക്കണ്ട. ഓക്കെ ഓക്കെ ഫൈൻ. എനിക്ക് കമ്പനിയിലോട്ട് പോകണം. കാരണം ഇഷ്ടമോളില്ലാത്തതുകൊണ്ട് അവിടെ ആരുമില്ല. സോ എന്നാൽ ഞാൻ ഇറങ്ങാം. വഴക്കവും തല്ലും അടിയൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെയൊക്കെ നിൽക്കാൻ നോക്കാം എല്ലാവരും. ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലെങ്കിലേ അങ്കിള് ധൈര്യമായിട്ട് പൊക്കോ. ഓക്കെ എന്നാ ഞാൻ ഇറങ്ങാം. എന്നാ ഞാൻ അങ്ങോട്ട് പോവാണേ റൂമിലോട്ട്. എനിക്ക് കുറച്ച് പേപ്പേഴ്സൊക്കെ നോക്കാണ്ട്. ശരി എന്നാ. സാർ പീറ്റർ നിക്ക്,
കൂടെ വരാം. പേർപ്പസ് നോക്കാൻ എനിക്ക് കൂടി കുറച്ച് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കാര്യത്തിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. അത് പീറ്ററിനോട് ചോദിക്കാനാ ഇഷ മാം പറഞ്ഞത്. അപ്പം ഞാനൊന്ന് പോയി ചോദിച്ചു വരാവേ. ഹലോ ലൂക്കാസ് സ്റ്റീഫൻ തൈപ്പറമ്പിലൊന്ന് നിന്നേ. നീ എന്തർത്ഥത്തിലാണ് എന്നെ ഡാഡിന്ന് ഉണ്ടാക്കിയതെന്ന് എനിക്ക് നന്നാ മനസ്സിലായി. അല്ലാതെ മനസ്സിലാവാതെ മണ്ടനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് നീ മറക്കരുത്. ആഹാ ഗ്രേറ്റ്, മനസ്സിലാക്കി കളഞ്ഞല്ലോ പൊന്നുമോൻ. അപ്പം നിനക്ക് മനസ്സിലായി. നീ പറയൂടാ, നിന്റെ ഈ വാ കൊണ്ട് പറയും നിന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും നിന്നെ ഡാഡി എന്ന് വിളിക്കില്ല. ബിക്കോസ് ഞാനത് വിളിക്ക നീ പറയണം എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെക്കൊണ്ട് പറയിപ്പിക്കും മോനെ. ഓ ഗോഡ്, നീ ഇനി എന്നെ എങ്ങനത്തെ രീതിയിൽ വിളിച്ചതായാലും ഐ എം സോ ഹാപ്പി. ബിക്കോസ് നീ എന്നെ ഡാഡി എന്ന് വിളിച്ചതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നീ എന്നെ വിളിച്ചത് ആക്കിയും കുത്തിയും സംതിങ് നിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ ഞാൻ അതിനെടുത്ത മൈൻഡ് വേറെയാണ്. ഞാൻ ആ മൈൻഡിൽ തന്നെ അതങ്ങ് എടുത്തോളാം. അങ്ങനെ എടുക്കാനാ എനിക്ക് താല്പര്യം കൂടുതലും. ഓ റിയലി? അങ്ങനെ വിളിക്കുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ലൂക്ക ആയിരിക്കത്തില്ല വിളിക്കുന്നത്, കാശിനാഥായിരിക്കും. ഇതിനു മുമ്പും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ലൂക്ക അങ്ങനെ വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ലൂക്ക നിന്നെ ഡാഡി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മാത്രമല്ല ലൂക്കയുടെ മൈൻഡിലുണ്ട് പല പല ഉദ്ദേശങ്ങൾ. ഇതുപോലൊരു മോസ്റ്റ് ഹാൻഡ്സം വേൾഡ് മാൻ ഏതായാലും ഈ ലൂക്ക കളയത്തില്ല, വേറൊരുത്തിക്കും കൊടുക്കത്തുമില്ല. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ ഞാൻ തിന്നയില്ല, മറ്റൊന്നിനെ കൊണ്ട് തീറ്റിക്കുകയില്ലെന്ന്. മനസ്സിലായോ? നീ തിന്നാനും തീറ്റിക്കാതിരിക്കാനൊക്കെ ഞാൻ നിന്റെ റിമോട്ട് കുത്തിയാൽ വർക്കാവുന്ന പാവയല്ല. അത് നീ ആലോചിക്കണം. പിന്നെ ഞാൻ ആർക്കൊക്കെ തിന്നാൻ വേണ്ടി നിന്ന് കൊടുക്കണമെന്നും നിന്ന് കൊടുക്കാതിരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ഈ കാശി തന്നെയാണ്, അല്ലാതെ ലൂക്കയല്ല. അത് നീ മറക്കരുത്. അതുമാത്രമല്ലാതെ നിന്റെ മുമ്പിൽ തന്നെ ഞാൻ വേറെ പലതും കാണിച്ചു തരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ? അപ്പം നീ ഏതായാലും ഡാഡി എന്ന് വിളിച്ച സ്ഥിതിക്ക് ഞാൻ നിന്റെ ഡാഡി ആവാൻ ഉദ്ദേശിച്ച് എന്നെ അങ്ങ് ഇറങ്ങും. അപ്പോൾ അങ്ങ് ഗ്രൗണ്ടിൽ കാണാം. ശരി? അങ്ങനെ അങ്ങ് പോലെ ഐ എം വെയിറ്റിംഗ്. അതുമല്ലാതെ എപ്പോഴും ഈ ഡാഡി ആവണമെന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ റിയൽ ലൈഫിൽ ബോട്ടാവും. പിന്നെ ഈ ഡാഡിന്ന് വിളിച്ചെന്നും പറഞ്ഞ് ഞാൻ ബോട്ടാവണമെന്നില്ല. മനസ്സിലായോ? നമുക്ക് കാണാം ആരാ മുകളിലും ആരാ ഇടയ്ക്കെന്നൊക്കെ. കളി തുടങ്ങുന്നതല്ലേ ഉള്ളൂ അല്ലേ കാശിനാഥേ? അതെ അതെ, ഇന്നലെ ഇതേ ആളെ തന്നെ പറഞ്ഞ് കളി തുടങ്ങി കഴിഞ്ഞു എന്ന്. നീ കളിച്ചോടാ, നിന്റെ കളി എവിടം വരെ പോകുന്നു ഞാൻ കാണാം. എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം ബാറ്റ് ചെയ്യാൻ. അബി വാടാ. ഓ, അവ രണ്ടും കൽപ്പിച്ചാണല്ലോ. അവന്റെ സംസാരത്തിൽ നിന്ന് ഉറപ്പാ അവൻ എന്തൊക്കെ മനസ്സിൽ കരുതി കൂട്ടിയിട്ടുണ്ടോ. എൻ്റെ ലിയോ ചായ നിങ്ങളൊന്ന് അടങ്ങ്. നമ്മളൊന്നും കരുതി കൂട്ടാതെ അല്ലല്ലോ നിൽക്കുന്നേ. നമ്മളും എല്ലാം കറക്റ്റ് പ്ലാനിങ്ങിൽ തന്നെയല്ലേ മുമ്പോട്ട് പോകുന്നത്. നിങ്ങളടങ്ങ്, അവൻ കളിക്കട്ടെ. കളിച്ച് അവ എവിടം വരെ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഏതായാലും എൻ്റെ ഡാഡി എന്നുള്ള വിളിയിൽ അവൻ വരണ്ടിട്ടുണ്ട്. അതെനിക്ക് അപ്പോഴേ മനസ്സിലായി. ആദ്യം അവനെയാ ഒതുക്കേണ്ട, അവന്റെ കൂട്ടുകാരന്. അർജുനന് കൃഷ്ണൻ കൂട്ടെന്ന് പറഞ്ഞ പോലെ രണ്ടും ഒത്ത 24 മണിക്കൂറും. അതിന് അവന്മാരെ രണ്ടിനെയും അടുപ്പിക്കണം. അതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നീ ഏതായാലും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ലൂയിസ് ഇച്ചായ അത് നടക്കത്തില്ല. പണ്ടേ ഞാൻ അതിന് ഒരുപാട് ശ്രമിച്ചതാണ്. എന്നെക്കൊണ്ട് നടക്കാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാ. കാശിയെക്കുറിച്ച് അബിയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അഭിജിത്തിനെ കുറിച്ച് കാശിയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വിശ്വസിക്കത്തില്ല. പിന്നെ കാശിയുടെ ഒരു ക്യാരക്ടർ വെച്ച് അവൻ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാറുള്ളൂ.
അതുകൊണ്ട് തന്നെ അവന്മാരെ അടുപ്പിക്കുന്ന കാര്യം ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതെല്ലാം നമ്മൾ കാരണം അവന്മാരെ അടിച്ച് പിരിഞ്ഞേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരും കാണാത്ത 2 മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അവന്മാരുടെ. അതുകൊണ്ട് എനിക്കറിയാം അവന്മാരെങ്ങനെയാണ്. എനിക്ക് എൻ്റെ ശത്രുക്കൾ എങ്ങനെയാണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് നിൽക്കണ്ട. എന്നാലും അവരുടെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ മതി, അടുപ്പിക്കണ്ട. അതെങ്ങനെ വരത്തുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാർ, നിങ്ങൾ ഇത്ര നേരം പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഫാമിലി കാര്യത്തേക്ക് ഒരു ഇടപെട്ടതിന് ഐ എം റിയലി സോറി. പിന്നെ എൻ്റെ മാഡത്തിൻ്റെ മക്കളായതുകൊണ്ട് ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടും വേണമെങ്കിൽ ഞാനൊരു സജഷൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ ലോകത്ത് ഒന്നിനെ കൊണ്ടും ഒന്നിനെയും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഒരേ ഒരു കാര്യത്തിനെ കൊണ്ട് എന്തിനെ വേണോ നമുക്ക് തോൽപ്പിക്കാം: സ്നേഹം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിശ്വസ്തതയും സ്നേഹവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് പിടിച്ചു പറ്റാം. സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ അങ്ങനൊരു വഴി ട്രൈ ചെയ്തൂടെ? അതിനിപ്പോ എങ്ങനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാമെന്നാ? വല്ല പെൺപിള്ളേരുമായിരുന്നെങ്കിൽ വല്ല കള്ളകാമുകയായിട്ട് പ്രേമം അഭിനയിച്ചെങ്കിൽ അതിൽ ഒരുത്തനെ വീഴ്ത്തായിരുന്നു. ഇതൊന്നും പറ്റത്തില്ലല്ലോ. ഓ, അതിനിപ്പോ പെണ്ണിൻ്റെ അടുത്ത് മാത്രമേ തോന്നാവൂ. പെണ്ണെന്തിനാ? ലൂയിസ് ചാനൻ അങ്ങ് ചെയ്തുകൂടെ ആ കാര്യം? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? ഇത് 21-ാം നൂറ്റാണ്ടാണ് ലിയോയിച്ചായ. പ്രണയം, സ്നേഹം ഇതൊക്കെ ആർക്കും ആരോട് വേണോ തോന്നാം. പെണ്ണിന് പെണ്ണിനോട് തോന്നാം, ചെറുക്കന് ചെറുക്കനോടും തോന്നാം. സോ എന്തുകൊണ്ട് ലിയോ അബിയെ ഇഷ്ടമാണെന്ന് അഭിനയിച്ചുകൂടാ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്തായാലും കളിക്കാൻ ഇറങ്ങുക. അപ്പം അങ്ങ് രണ്ടും കളിപ്പിച്ചിറങ്ങുന്നതല്ലേ നല്ലത്, അല്ലേ ഫ്രാൻസിസേ? അതെ. നിങ്ങളിപ്പോ വിചാരിക്കും നിങ്ങളെ അമ്മയെ ഒറ്റനായിട്ട് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് ഇരിക്കുന്നത്. അല്ല, നിങ്ങളുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് ഇരിക്കുന്നത്. ലൂക്ക പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. നീ തന്നെ ചിന്തിച്ചു നോക്കുമോനെ. സ്നേഹം കൊണ്ടേ മറ്റേ സ്നേഹത്തെ നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുള്ളെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ മാർഗം. ഞാനെന്തിനു റെഡിയാ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്തിനും. അതിന് ചതിയാണെങ്കിൽ ചതി, കോലയാണെങ്കിൽ കോല. അതാണ് എൻ്റെ ചായ. ഇത് മതി എനിക്ക്. പിന്നെ ഈ കാര്യം പീറ്റർ അറിയാൻ പാടില്ല. അവൻ്റെ ക്യാരക്ടർ അറിയാലോ. അവന് കുറച്ച് കൂടുതൽ സഹതാപമുണ്ട്. അവെല്ലാം നശിപ്പിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ പുതിയ കളികൾ തുടങ്ങിയല്ലേ ലൂയിസ് ചായ? അങ്ങനെ അല്ലടാ, തുടങ്ങി കഴിഞ്ഞെന്ന് വേണം പറയാനായിട്ട്. തൈപ്പറമ്പ് വീട്ടിൽ കയറി കളിച്ച എന്താ പറ്റിയെന്ന് അവന്മാരറിയണം. ഫ്രാൻസിസേ, പൊന്നുമോനൊന്ന് അവിടെ നിന്നേ. എന്താ ഇബ്രാം? ഇനി മെസ്സേജ് ഫ്രം സ്റ്റീഫൻ സാർ? തൽക്കാലം ഇപ്പോ സ്റ്റീഫൻ സാറിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് ഒന്നുമില്ല. ശരിയാണ്, പുറമേ നിന്ന് എല്ലാവരും നോക്കുമ്പോ ഞാനും എൻ്റെ ട്വിൻ ബ്രദറും തമ്മിൽ ഭയങ്കര അടി പ്രശ്നം. ഫൈൻ. പക്ഷെ അവൻ എന്തേലും പറ്റിയ ഞാൻ ഊമ്പി തിരിഞ്ഞ് മറ്റേ മോനായിട്ട് ഇരിക്കുമെന്ന് നീ വിചാരിക്കരുത്. അങ്ങനെ ഉള്ളവനാണെന്ന് നീ വിചാരിക്കരുത്. നീ ഇപ്പൊ അവിടെ ഐഡിയ വിളമ്പി കൊടുക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അവനോട് എനിക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടേതായ ഫാമിലി ഇഷ്യൂ. പക്ഷെ ഈ പ്രശ്നത്തിന്റെ പേരിൽ അവൻ ദുഃഖിക്കേണ്ടി വന്ന ഈ കാണുന്ന അഭിറാമിന് വേറൊരു മുഖം കൂടിയുണ്ട്. അത് നീ എന്നെ കൊണ്ട് പുറത്തടിപ്പിക്കരുത്. അവരുടെ പ്ലാൻ ഏതായാലും നടക്കട്ടെ. പക്ഷേ എന്റെ അനിയൻ വേദനിക്കുന്ന എന്റെ കണ്ണു മുമ്പിൽ കണ്ട പിന്നെ നായിന്റെ മോനെ നീ കാണുന്ന അഭിറാം ആയിരിക്കില്ല നിന്റെ മുമ്പ് വരുന്നത്. സോ അത് ഓർത്ത് വെച്ചു. അപ്പൊ ശരി എന്നാ വിട്ടോ. ഈ കാര്യത്തില് സ്റ്റീഫൻ സാറിന് എവിടെയോ തെറ്റുപറ്റി. സ്റ്റീഫൻ സാറ് വേപ്പ മരത്തിനാണെന്ന് വിചാരിച്ച് നന്മ മരത്തിനാണെന്ന് തോന്നുന്നു പറിച്ച് നട്ടത്. സോ സാഡ്. അത് ശരിയാ, ചില കാര്യങ്ങളിലൊക്കെ ആ സ്റ്റീഫൻ ഉണ്ടല്ലോ, അയാൾ പൊട്ടനാ. നിന്നെ തെരഞ്ഞെടുത്തേനെ
അയാൾ പരമ പൊട്ടനാണ്. കാരണം കൂടിപ്പോയാൽ നീ ഒരു 2-3 വർഷമായി വീട്ടിൽ കയറിയിട്ട്, എന്നിട്ട് പോലും നിന്നെ കൊണ്ട് ഒരു മൈലിനും പറ്റിയിട്ടില്ല എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ. പിന്നെ എനിക്ക് ഫാമിലി സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ അവൻ എൻ്റെ അനിയൻ, ഹി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. ഏകദേശം എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ ഒരു അങ്കിളുണ്ട് വീടിൻ്റെ അടുത്തുള്ള. പുള്ളിക്കാരനെ കൊന്നിട്ട് ഞാൻ ജൂനൈൽ ഹോമിൽ പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മേനെ ചെറുതായിട്ടൊന്ന് കയറി പിടിച്ചേനാ. അന്ന് ഞാനും ഇവനും ഒരേ ഏജാ. അന്ന് തുടങ്ങിയതാ ഞാനും ഇവനുമായിട്ടുള്ള പ്രശ്നം. ജൂനൈൽ ഹോമിൽ നിന്ന് വന്നിട്ട് അതിനുശേഷം ഇവന് ഞാനുമായിട്ട് നേരെ ചൊവ്വെ മിണ്ടിയിട്ടോ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഹീ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. മനസ്സിലായോ മോനെ ഫ്രാൻസിസ്? അതുകൊണ്ട് അവനെ തൊട്ടുള്ള നിന്റെ ഉണ്ടാക്കം വേണ്ട. നീ പറഞ്ഞത് ഞാൻ വിട്ടു. അവന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യട്ടെ. എൻ്റെ അനിയൻ്റെ കൂടെ ഞാനുള്ളേക്കാളും എനിക്ക് വിശ്വാസമാണ് കാശുള്ളത്. സോ കളിക്കുന്ന കളികൾ അവരും കളിക്കട്ടെ. ഞാനിവിടെ സ്റ്റീഫന് വേണ്ടിയാണ് വന്നതെങ്കിലും എൻ്റെ അനിയൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവൻ്റെ പിറകെ ഒരു നിഴല് പോലെ കാണും. അതുകൊണ്ട് ആ കൊമ്പിൽ കയറി നീ പിടിക്കരുത്. ഇനി നീ ഇതുപോലത്തെ കോത്താടുത്ത വേലയും കൊണ്ട് ഇറങ്ങിയ പുറം. നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയെ? ഇനി അവനെ അത് മതി. അവ ഇപ്പം ഡാഡി എന്ന് വിളിച്ചാൽ നിനക്കെന്താ കുഴപ്പം? നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നു എൻ്റെ പൊന്നു കാശി? എൻ്റെ പൊന്നബി, അവൻ എന്തുദ്ദേശം വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ മനഃപൂർവ്വം പണി തുടങ്ങി കഴിഞ്ഞു എന്നാണ് നമ്മളെ അറിയിച്ചത്. അന്ന് നിനക്ക് മനസ്സിലായോ? അവന് ഏതറ്റം വരെ പോവും, എന്ത് ചെറ്റത്തരം കാണിക്കും. നിനക്കറിയാലോ ലൂക്കാനെ. ഇപ്പോഴേക്കോ അവനോട് എന്തൊക്കെയോ തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷമിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, അവനൊന്നും പറയാനോ ചെയ്യാനോ തോന്നണ്ടേ. വല്ലതും പറഞ്ഞാലും അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊന്ന് നീറുക അവൻ അങ്ങനെ പറഞ്ഞതിന്. എടാ, നമുക്കറിയാമെന്നുള്ള ലൗക്കയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ അവനെ. പണ്ടോട്ടെ അവൻ്റെ ഭാഗം ജയിക്കാൻ അവൻ എന്ത് തൊട്ടുതരവും കാണിക്കും. പിന്നെ ഇതിപ്പോൾ ഒരു ഫാമിലി പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് അവൻ അത്ര ഇതാവാൻ വഴിയില്ല. നീ പേടിക്കണ്ട. എടാ അത് നമ്മുടെ അറിവില്ലാത്ത പ്രായത്തിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ പ്രായത്തിലുള്ള ലൂക്ക. പക്ഷേ അവൻ്റെ കണ്ണിൽ കാണുന്ന ആ എന്നോടുള്ള വൈരാഗ്യവാടാ. ആ ലൂക്ക വേറെ, ഈ ലൂക്ക വേറെ. അതുകൊണ്ട് അവൻ എന്തും കാണിക്കും, എന്തും. അതുകൊണ്ട് എവിടെ നിന്നാ പണി വരുന്നതെന്ന് അറിയില്ല അബി. സൂക്ഷിച്ച് നിന്നോ നീ. എനിക്കിട്ട് വച്ചിട്ട് ഏറ്റില്ലെങ്കിൽ അടുത്തത് എനിക്ക് പ്രിയപ്പെട്ടത് നീയാ. അപ്പം നിനക്കിട്ട് അവൻ വയ്ക്കത്തുള്ളൂ. ഒന്നുമില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. സ്നേഹിച്ച മനസ്സുകൊണ്ട് തന്നെ അവനെ വെറുക്കാതിരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓ എൻ്റെ പൊന്നോ, നീ ഇങ്ങനെ കാട് കയറിയൊന്നും ചിന്തിക്കണ്ട. എനിക്കെന്തെങ്കിലും വന്നാൽ നോക്കാനായിട്ട് നീ ഇല്ലേടാ. പിന്നെന്താ? പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. നീ സമാധാനപ്പെട്. നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ നമ്മുടെ എല്ലാരും ലിവിങ് റൂമിൽ നിന്നില്ലേ? ആ ടൈമില് എനിക്ക് ലൂക്കാച്ചാനോടെ പറയാനുള്ള, എന്നാലും നിങ്ങളെല്ലാരും കേട്ടോ. ആ ടൈമിൽ ഈ പെണ്ണിന് ആണിനെയോ ആണിന് പെണ്ണിനെയോ ഒക്കെ സ്നേഹിക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സ്നേഹിക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ലേ? അല്ല, അതപ്പോഴാണ് ഞാൻ അറിയാതെ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ വന്നതിന് ശേഷം അവിടെ എന്തായിരുന്നു ചർച്ച എല്ലാവർക്കും? അല്ല ഡാ ലെവിനെ, നീ എന്തിനാ ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നേ? അത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഏതൊരു വലിയ കമ്പനിയിൽ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുക. പോരാഞ്ഞിട്ട് മാസം 10-60,000 ശമ്പളമുണ്ട്. പിന്നെ ഞാൻ ഒരു ഗേയ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ അടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അടിക്കരുത്. എനിക്കെന്തോ പറയണമെന്ന് തോന്നി. എന്നെ ഒന്ന് ചെയ്യരുത് പ്ലീസ്. ആഹാ, സംഭവം പറയാൻ പറ്റിയ ടൈം. എടാ ഒന്നിറക്കി പോടാ. നീ എന്തിനാടാ ലൂയിസ് അവനോട് ചൂടാവുന്നേ? അവന് അവൻ്റെ ഏട്ടന്മാരോട് പറയാൻ തോന്നിയ കാര്യം വന്ന് പറഞ്ഞില്ലേ?
ഓരോ ചെക്കന്മാരാണെങ്കിൽ ഒളിച്ചു വെച്ചോണ്ട് നടക്കത്തില്ലേ? അവൻ തുടക്കത്തിൽ വന്ന് പറഞ്ഞല്ലോ. നീ വേടാ, നീ എൻ്റെ അടുത്ത് പറ എങ്ങനെയാണ് അവനെ കണ്ടതെന്ന് തൊട്ടുള്ള എല്ലാ സ്റ്റോറി. ഇവന്മാർ ക്ഷമ നശിച്ച പ്രേതങ്ങളുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഇപ്പം. ഇവന്മാരോടെ നിൽക്കട്ടെ, നീ വാ, നമുക്ക് പോയി മാറിയിരുന്ന് ഇതിനെക്കുറിച്ചൊന്ന് അന്താരാഷ്ട്ര ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ആൻറ്റീൻ്റെ അടുത്തും യവന്മാരോട് പറയാം. വാ. ഇല്ല പീറ്ററെ, നീ അവിടെ നിന്നേ. അവൻ്റെ അടുത്ത് ലൂയിസ് സംസാരിക്കും. എടാ ലൂയിസേ, നീ പോയി സംസാരിക്കേ. പീറ്റർ എന്നോട് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, പൊട്ടനും ചട്ടനും കൂടെ ഒന്നിച്ചാ പിന്നെ സീക്രട്ടോട് സീക്രട്ടാണല്ലോ. അവിടെ നമുക്ക് വിലയില്ല. ഓക്കെ കണ്ടിന്യൂ. നീ വേണല്ലേ പിന്നെ, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. വാ 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 വാ. എന്താടാ ഇത്രയും വലിയ സീക്രട്ട് നിനക്ക് എന്നോട് മാത്രം പറയാ? എന്താ സീക്രട്ടെന്നോ? നീ അവൻ പറഞ്ഞ കേട്ടല്ലേ, അവൻ ഗേ ആണ് പോലും. എടാ പീറ്ററെ, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഡൗട്ട്. എടാ അവൻ എൻ്റെ ഇളയതാ, എന്നിട്ട് അവന് വരെ അത് കൺഫേമായി. എനിക്കെന്താ എനിക്ക് അപ്പോൾ പറഞ്ഞും കൂടെ കേട്ടപ്പോൾ ഇല്ലാത്ത ദേഷ്യമാണ് പീറ്ററെ എനിക്ക് വരുന്നത്. ഇതാണോ കാര്യം? കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. എടാ ഒരാളെ കിസ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ സെക്സ്വാലിറ്റിയും, അല്ലെങ്കിൽ നീ പെട്ടെന്നങ്ങ് ഗേ ആണ്, നിനക്ക് ബോയ്സിനോട് അട്രാക്ഷൻ കൊടുത്തിട്ട് നീ പെട്ടെന്നങ്ങ് തീരുമാനിക്കുകയാണോ ചെയ്യുന്നത്? നീ എന്തൊക്കെ മണ്ടത്തര പറയുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ലൂക്ക? ഒരു വെളിവാത്തരം വിളിച്ച് പറയില്ല ലൂക്ക. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് ഒരു കിസ്സിൻ്റെ പേരിലാണ് നീ ഇത്രയും കിടന്ന് കാണിക്കുന്നത് അവനോട്. അവൻ്റേതായ റീസൺസ് ഉണ്ടാവും എന്ത് കാണിച്ചാലും. അവിടെ ഇരുന്നതിൽ ചിലപ്പോൾ നീ അത്രയും വലിയൊരു ടാസ്ക് കൊടുത്തപ്പോഴത്തേക്കും അവന് റിവെഞ്ച് ചെയ്യണമെന്ന് തോന്നിക്കാണും. നീ റിവെഞ്ച് ചെയ്യാനാണല്ലോ അത്രയും വലിയ ടാസ്ക് കൊടുത്തത്. അവന് തോന്നിയതുകൊണ്ട് അവൻ തിരിച്ചങ്ങനെ ചെയ്തു. നിനക്ക് ചെയ്യാൻ അവന് ചെയ്തുകൂടാന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു ചെറിയ കാര്യത്തിനാണ് നീ ഇത്ര ചിന്തിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് മാത്രമല്ല പീറ്ററെ, ഞാനിവിടെ വന്നതിന് ശേഷം ഇത്രയും നാളേക്ക് ശേഷം ഞാൻ ഇപ്പോൾ അവനെ കാണുന്നത്. ഞാൻ US പഠിക്കാൻ പോയിട്ട് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു ബോയ്സും ഗേൾസും എല്ലാവരും. പക്ഷെ ആരോടും അപ്പോഴൊന്നും തോന്നാത്ത ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഇവരോട് മാത്രമേ ഉള്ളൂ. അതെന്താ? എന്നിട്ടാണോ നീ അവനോട് റിവെഞ്ച് ചെയ്യാൻ നടക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കിസ് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് അവനോട് ഫീലിങ്സ് തോന്നിയോ? എല്ലാം പോട്ടെ, അങ്ങനൊരു ഫീലിങ്സ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ അവനോട് റിവെഞ്ച് ചെയ്യാൻ നടക്കുമോ? അതോ ഇനി ഒരു കിസ് മാത്രമല്ലേ നിങ്ങൾക്കിടയിൽ നടന്നത്? കിസ് മാത്രമല്ലേന്ന് ചോദിച്ചാൽ നോ വേറെന്ത് നടക്കാൻ? വേറെ ഞങ്ങൾക്കിടയിൽ എന്ത് നടക്കാൻ? വേറൊന്നും നടന്നില്ല. ആ ഒരു കിസ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത്. അതുമാത്രമല്ല, വേറെ പലതും ഉണ്ട്, വേറെ പലതും. എനിവേ അത് കളാം. ഇനി എന്തൊക്കെ വന്നാലും അവൻ എൻ്റെ എനിമി തന്നെ ആയിരിക്കും, എൻ്റെ മരണം വരെ. നോക്കിക്കോ.